ഹലോ, അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുഞ്ഞി പഴപോളിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങനെ പേദപ്പഴം അല്ലാണ്ട് കഴിക്കാറില്ല, പുഴുങ്ങോ അല്ലാണ്ട് കഴിക്കണം വലിയ താല്പര്യമില്ല. പഴപോളി ആയിരിക്കും മേടിച്ച് കഴിഞ്ഞാൽ, പഴം കിട്ടിക്കഴിഞ്ഞാൽ പഴപോളി ആയിരിക്കും ഉണ്ടാക്കണം. ഏത്തപ്പഴവേ വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ കുഞ്ഞുവിനൊക്കെ കഴിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മേടിക്കുന്നതാണ്. പൊന്നൂനും ഇഷ്ടമല്ല പഴം, അങ്ങനെ പുഴുങ്ങൊന്നും തിന്നണം ഇഷ്ടമല്ല. അപ്പം ഞാൻ കുഞ്ഞിതിലാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ പേരിന് കുറച്ച് മൈദ കൊള്ളില്ലാത്തതുകൊണ്ട് പേരിന് 1 സ്പൂൺ മൈദയും അല്ലെങ്കിൽ 1 സ്പൂൺ ഗോതമ്പ് പൊടി കുനുകുനാന്ന് പഴം ഇങ്ങനെ അരിഞ്ഞിട്ട് മാവിനകത്തൊന്നും ഇളക്കി ഇച്ചിരി പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കില്ല, ചെറുതായിട്ട് ഒന്ന് പുറത്ത് എന്തോ ഒരു തൊലി ഇരിക്കാൻ പാകത്തിന് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നെയ്ക്കകത്തിട്ട് മുരിച്ച് കുഞ്ഞായിരുന്നു. ഇപ്പോൾ പിന്നെ പഴപോളി ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന പഴപോളി ഇഷ്ടമാണ്, പുറത്തുനിന്ന് മേടിക്കുന്ന പഴപോളി ഇഷ്ടമല്ല കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്ന പഴപോളി എന്ന് വെച്ചാൽ ഒരു പഴം രണ്ടൊക്കെ ആയിട്ട് മുറിച്ച് ഇടുവല്ലേനെ, അപ്പോൾ നല്ലപോലെ മുരിഞ്ഞൊന്നും കിട്ടത്തില്ല, ഭയങ്കര പഴത്തിൻ്റെ കട്ടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കഴിക്കില്ല. ഞാനാണെങ്കിൽ ഒരു പഴം 8 പീസൊക്കെ ആയിട്ട് മുറിച്ചിട്ടായിരിക്കും പഴപോളി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് പഴം കോരണം തിന്നണമെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കറണ്ട് ഒന്ന് പോടി ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയുള്ളൂ. ബൈ.